മ്യൂസിയത്തിൻ്റെ ഉൾവശമാണ്. ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെ മ്യൂസിയത്തിൻ്റെ ഉൾവശം. പണ്ടത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ലൈറ്റൊക്കെയാണ്. ഇത് ലെൻസാണെന്ന് തോന്നുന്നു, ഫ്രം ഒപ്റ്റിക്. വിളക്കുകളിലെ പരിണാമങ്ങളാണ് ഈ കാണിക്കുന്നത്. ആദ്യകാല ദീപസ്തംഭങ്ങൾക്ക് തീകൊണ്ടങ്ങളായിരുന്നു വെളിച്ചം നൽകിയിരുന്നതെങ്കിൽ പിന്നീട് അത് തിരിവിളക്കുകളും പെട്രോളിയം പേപ്പർ ദീപങ്ങളും അസറ്റിലിംഗ് ഗ്യാസ് വിളക്കുകളും ഇലക്ട്രിക് ആർക്ക് വിളക്കുകളും ഇലക്ട്രിക് ഫിലമെൻ്റ് വിളക്കുകളും ഇലക്ട്രിക് റീചാർജ് വിളക്കുകളുമായി മാറി ഇപ്പോൾ LED ദീപങ്ങളിൽ എത്തി നിൽക്കുന്നു. 1982-98 കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മോഡലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 1962-98 കാലങ്ങളിൽ ലാമ്പ് ചാർജർ ആണ്. വലിയ ബൾബാണ്, നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഫിലമെൻ്റ് പലതരത്തിലുള്ള ഫിലമെൻ്റ് നമുക്കത് കാണാൻ സാധിക്കും. പെട്രോളിയം ഉപയോഗിച്ചുള്ള ലാമ്പാണ്. ഇതിൻ്റെ ആ ഫിലമെൻ്റ് ആ ഒരു ഇതാണ്, ആ തുണിയാണ്, അത് കത്തുമ്പോഴാണ് ആ വെട്ടം വരുന്നത്. ഇത് പെട്രോളിയം വേപ്പർ ബർണറുകളാണിത്. സാധാരണയായി തിരിവിളക്കുകളേക്കാൾ അനേക മടങ്ങ് തീവ്രമായി പ്രകാശിക്കുന്ന ഇവയിൽ മർദ്ദീകരിച്ച മണ്ണെണ്ണ ചൂടാക്കി വേപ്പറൈസറിലെ ഒരു ചെറു ദ്വാരത്തിലൂടെ ചുറ്റിച്ച് ഗ്യാസാക്കി മാറ്റുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ഗ്യാസ് കത്തിച്ചും ആ തീജ്വാലയെ മാൻഡിൽ കൊണ്ട് ആവരണം ചെയ്തും പാൽ വെളിച്ചമാക്കി ഇത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ നല്ല വെട്ടമാണ് ഇതുപോലുള്ള വിളക്കിനുള്ളത്. അഴീക്കോട് ലൈറ്റ് ഹൗസിൽ 1982-98 കാലങ്ങളിലൊക്കെ ഉപയോഗിച്ച ഒരു ഇതാണ്. അത് തന്നെയാണ് നമ്മൾ മുമ്പ് കണ്ടത്. കോപ്പർ പാന്, സ്പിരിറ്റ് ജഗ്, 3 പോയിൻ്റ് ലാമ്പ് ചാർജറാണിത്. ഇത് നമുക്ക് കാണാം, പണ്ടത്തെ ഹാലജൻ ബൾബുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നൊരു മോഡലാണിത്. ഇത് സൗണ്ട് വർക്കേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു മോഡലായിരുന്നിത്. ഗ്യാസ് ഫ്ലാഷറാണ്. സൺ വാൽവ്, വെർട്ടിക്കൽ എക്സ്പാൻഷൻസ് ടൈപ്പ്, ഇതെല്ലാം ഗ്യാസ് ഫ്ലാഷറുകളാണ്. അസറ്റലിൻ ഗ്യാസ് പ്രവർത്തിച്ചിരുന്ന ഈ ഫ്ലാഷറുകളിൽ ലൈറ്റുകൾ തിരിച്ചറിയാനായി പ്രത്യേകം സെറ്റ് ചെയ്ത ഇടവേളകളിൽ ഫ്ലാഷറുകൾ നൽകാനാകുമായിരുന്നു. ഓപ്പറേറ്റർമാരില്ല. യാന്ത്രികമായ സൂര്യ വെളിച്ചത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് വാതക പ്രവാഹം നിയന്ത്രിക്കുന്ന സൺവാൽവുകളുടെ സഹായത്തോടെ പ്രവർത്തിപ്പിക്കാനാകുമായിരുന്ന ഇവയുടെ പ്രകാശം സാധാരണഗതിയിൽ 5 മുതൽ 10 നോട്ടിക്കൽ മൈൽ വരെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളായിരുന്നു. സൺവാൽവാണ്. ഇത് ലെൻസാണെന്ന് തോന്നുന്നു. ലാമ്പ് ചാർജറാണിത്. ഇത് വലിയൊരു ബൾബാണ്, നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫിലമെൻ്റൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാം. ഇലക്ട്രിക്കലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഓട്ടോമാറ്റിക് ക്ലോക്ക് വർക്ക് റീവൈൻഡിങ് സിസ്റ്റമാണ് ഈ കാണുന്നത്. 2 മോട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു മെഷീൻ ഉണ്ട് നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. കാസർഗോഡ് ലൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിരുന്ന പെഡസ്റ്റൽ റൊട്ടേറ്റിംഗ് ബീക്കണാണ് ഇത്. ആലപ്പുഴ ലൈറ്റ് ഹൗസിലെ പഴയ ഒപ്റ്റിക് 1962-1958 ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ് ഇത്. ഈ മെഷീൻ 9 വെളിച്ചെണ്ണ
തിരിവിളക്കുകളായി പ്രകാശിച്ചിരുന്ന ഈ ഉപകരണമാണ് ആലപ്പുഴയിലെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കറങ്ങുന്ന ഒപ്റ്റിക് ആയിരുന്നു ഇത്. ചിലപ്പം റൊട്ടേറ്റ് ചെയ്താൽ ചിലപ്പോൾ കറങ്ങുമായിരിക്കും. ഇല്ല, നല്ല വെയിറ്റാണ്. കാസർഗോഡ് ഉപയോഗിച്ചിരുന്ന ലൈറ്റാണ് ആയിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഉപയോഗിക്കാതെ ബൾബുകളിലെ തന്നെ റിഫ്ലക്ടറുകളും ലെൻസുകളും ചേർന്ന് പ്രകാശത്തെ ദൂരങ്ങളിലേക്ക് പ്രതിഫലിപ്പിച്ച് അയക്കുവാൻ ഉതകുന്ന രീതിയിലാണ് പെഡസ്റ്റൽ റൊട്ടേറ്റിംഗ് ബീക്കണുകളിൽ കാണുന്നത്. അധിക വൈദ്യുതി ഉപയോഗമാണ് ഇവ നീക്കുവാൻ കാരണമായത്. 212 വോൾട്ട്, സീരിയൽ നമ്പർ 1005. ഇതും റൊട്ടേറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മുകളിലാണ്. നമുക്ക് മുകളിൽ കയറി നോക്കാം. കയറിക്കും, അങ്ങോട്ട് കയറും. അങ്ങോട്ട് പോക്കോ. ഇതിൻ്റെ ഫിലമെൻറ്റ് സിസ്റ്റമൊക്കെ വളരെ പ്രത്യേകതയുള്ളതാണ്. നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അതൊന്ന് പിടിച്ച്, കൈ ഇങ്ങനെ പിടിച്ച് അതെ അളവൊന്ന് കാണിക്കാൻ വേണ്ടി. ഒരാൾ വലുപ്പത്തിലുള്ള അതിൻ്റെ റിഫ്ലക്ടറൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ലെൻസ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. 12 ലൈറ്റാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഈ ലൈറ്റ് ലെൻസാണ്. ഇതിൻ്റെ ഫിലമെൻ്റും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. മുകളിൽ 3 ലൈറ്റും താഴെ 6 ലൈറ്റുമാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് കത്തിച്ചിട്ട് താഴെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.